ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ ഫാമിലി മീറ്റപ്പിൻ്റെ വിശേഷങ്ങളാണ്. ഞങ്ങൾ മാമൻ്റെ വീട്ടിൽ ഫാമിലി എല്ലാവരും കൂടുന്ന ദിവസമാണ് കേട്ടോ. രാവിലെ തന്നെ ഞങ്ങൾ തറവാട്ട് വീട്ടിൽ നിന്ന് മാമൻ്റെ വീട്ടിലോട്ട് ഇങ്ങനെ വന്നതായിരുന്നു. നൈറ്റിലാണ് കേട്ടോ പ്രോഗ്രാം നടക്കുന്നത്. ഈവനിങ്ങിൽ തന്നെ എല്ലാവരും എത്തിപ്പെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചെന്ന പാടന്നെ അവിടെ കസിൻസ്മാരൊപ്പം കളിക്കണം കേട്ടോ. ഇഷ്മോള് പിന്നെ അവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. ടേബിൾ കസേര അതൊക്കെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട്. ഇഷ്മോക്ക് അവിടെ ചെന്നപ്പോൾ എല്ലാവരെയും കളിക്കാൻ കിട്ടിയിട്ട് ഇതൊക്കെ മാമിയുടെ ചെടികളാണ്. മാഷാ അല്ലാ, അടിപൊളി. അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ കൊണ്ട് നടക്കുന്ന ടൈമിലാട്ടാ ഈ ഒരു ചെമ്പ് കണ്ടത്. ഇത് തുറന്നു നോക്കിയപ്പോഴാണ് ഈ ഒരു കാഴ്ചയും കണ്ടത്. ഇത് നൈറ്റിക്കുള്ള ചിക്കൻ മസാല തേച്ച് വെച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. നൈറ്റിക്കുള്ള ഫുഡൊക്കെ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നതും. അങ്ങനെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കന് ചുട്ടെടുക്കുന്നത്. അതിനുശേഷം വരുന്നവർക്കൊക്കെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് ഗോതമ്പ് പായസമാണ് കേട്ടോ കൊടുക്കുന്നത്. ഇത് വേവിക്കുന്ന ട്രിക്ക് ഉണ്ട് കേട്ടോ, അത് ഞാൻ വഴിയെ പറയാം. ഇത് മാമിൻ്റെ മോള് ഓരോ ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് എഴുതി വെച്ചതാണ് കേട്ടോ. കണ്ടോ, ഇത് ഈ ഒരു റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിൻ്റെ ട്രിക്ക് ഞാൻ വഴിയെ പറയാം. ഇത് ഉമ്മ വന്നിട്ടുള്ളായിരുന്നു. അപ്പോൾ ഉമ്മ വന്നപ്പോൾ ഫോണൊക്കെ എടുത്തപ്പോൾ ഞങ്ങൾ കുറേ കൗണ്ടർ അടി തന്നിട്ടാ. ഉമ്മ വീഡിയോ എടുക്കുകയാണ്, അനിയന് ക്യാഷ് എടുക്കുകയാണെന്നൊക്കെ. അങ്ങനെ ഞാൻ ഗോതമ്പ് പായസം വെക്കുന്ന രീതിയുണ്ട്. റൈസ് കുക്കറിൻ്റെ ആ ഒരു കുടുക്കല്ലേ, അതിൽ ആ കലത്തിൽ നമ്മൾ ഇത് വെക്കുക. ഇങ്ങോട്ട് നല്ലോണം അങ്ങോട്ട് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചതിന് ശേഷം ഈ റൈസ് കുക്കറിൽ ഈ ഗോതമ്പിന് അത്യാവശ്യം നല്ല വേവുണ്ടല്ലോ, ഇറക്കി വെച്ചുകൊടുക്കുക. ഒന്നും പറയില്ല, അടിപൊളിയായിട്ട് അങ്ങോട്ട് വെന്ത് വരും കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ ഗോതമ്പ് പായസത്തേക്കുള്ള തേങ്ങയൊക്കെ ചേരുവാനും വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വേവിച്ച് വന്നത്. ഇതിൽ ഗോതമ്പ് കുറച്ച് കമ്മി ആയതുകൊണ്ട് തന്നെ ചെറുപയർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ ഈ ഒരു ഗോതമ്പ് പായസം. പിന്നെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്ന മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കനും. അപ്പോൾ ഇവരാണ് കേട്ടോ ഇവിടെ എപ്പോഴും ഉണ്ടാക്കാറ്. കുറേ തീയും പുകയും ഒക്കെ ഇട്ടുകൊണ്ടാണ് കേട്ടോ വേവിക്കാറ്. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ സവാള വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കന് ഇതിത്തെ സവാള ഉണ്ടല്ലോ, എൻ്റെ അമ്മ ഒരു രക്ഷയില്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത്. പിന്നെ റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള തീ കത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനിടയിൽ ഇവിടെ കുട്ടികൾക്കുള്ള കസേരക്കളിയൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളത് കഴിഞ്ഞതിന് ശേഷം ലേഡീസ് അങ്ങനെയൊക്കെയാണ്. ഇത് കണ്ടോ, ഇതൊക്കെയാണ് ചിക്കന് റെഡിയാക്കുന്ന ഇങ്ങനെയാണ് കേട്ടോ ചിക്കൻ റെഡിയാക്കുന്നത്. ഈ ഒരു കനലിൽ ഈ ഒരു തീയും ഇതൊക്കെ പാറിപ്പിച്ചിട്ടായിരുന്നു കേട്ടോ ചിക്കൻ റെഡിയാക്കുന്നത്. ഇത് കണ്ടിട്ട് എനിക്കെന്താ തോന്നുന്നത്, ഇലക്ഷനിൽ ജയിച്ചപ്പോൾ ഇപ്പോൾ ആ ഒരു തീ കൊണ്ടുള്ള പ്രകടനം ഉണ്ടല്ലോ. അങ്ങനെ ഇനി അടുത്ത് ഈ ഇതൊക്കെയാണ് കേട്ടോ നമ്മളെ ഫാമിലിയിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഉള്ളിലായിട്ടും ഇതിപ്പോൾ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ റൈസ് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് പിന്നെ വീഡിയോ എടുക്കലും അങ്ങോട്ടും എടുക്കലൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇടയ്ക്ക് ഇവിടേക്ക് വരും, പിന്നെ അങ്ങോട്ട് പോവും. അങ്ങനെ അപ്പോൾ ഇതൊരു ട്രിപ്പ് കളിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇതിലൊന്നും ഇഷ്മോൾ ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൾക്ക് ഭയങ്കര ചമ്മലാണ് കാരണം. അങ്ങനെ അടുത്ത ട്രിപ്പിൽ അവളെ ഉന്തി വിട്ടതായിരുന്നു. നല്ല രസമാണല്ലേ ഈ കുട്ടീസിൻ്റെ ഓരോ കളികൾ കാണാൻ. പിന്നെ അതിനനുസരിച്ച് പാട്ടും ഇതൊക്കെ ഉണ്ട്. ഇതിൽ ഞാൻ കോപ്പിറൈറ്റ് വരുന്നതിട്ട് അൺമ്യൂട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുട്ടികളെ വീണിട്ടും ലാസ്റ്റ് ഈ ഒരു കിഡ്സിൻ്റെ സെക്ഷനിൽ ജയിച്ചിട്ടുള്ളത് ഇഷ്മോൾ തന്നെയായിരുന്നു. പറയാനുമില്ല, ഇഷ്മോളല്ല വലുത്. അതിനുശേഷം പിന്നെ ഞങ്ങൾ ലേഡീസിൻ്റെ ടീമാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ ഞാൻ പറഞ്ഞ ഉമ്മമാരൊക്കെ വേറെ ട്രിപ്പാക്കാം, ഇത് ഞമ്മക്കാക്കാറുണ്ട്. അങ്ങനെ പിന്നെ അതിൻ്റെ ഇടയിൽ പാട്ടും ഡാൻസും അടിപൊളി വൈബ് തന്നെയായിരുന്നു. ഇതൊക്കെ തന്നെയല്ലേടോ ഓരോ ഓർമ്മകളിലെ, എനിക്കങ്ങനെയൊക്കെ തോന്നും. രണ്ടാമത്തെ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പോയിന്, കണ്ടില്ലേ ആ ഒരു ഗ്രീന് ചുരിദാറിട്ട് ഞാൻ അങ്ങനെ ഇഷ്മോളാണ് കേട്ടോ അതെടുത്തത്. പിന്നെ അതിൻ്റെ ഇടയിൽ കണ്ടോ പാട്ടായി ഡാൻസ്, ഇതൊക്കെ കണ്ടപ്പോൾ കൊതിയായിട്ടിരിക്കാൻ വയ്യ കേട്ടോ. കളിക്കാനും അല്ല കൂടെയൊക്കെ ഇവർ നല്ല വൈബാണ് കേട്ടോ. ഇവരൊക്കെ ഒത്തുകൂടിയാലും നമുക്ക് എപ്പോഴെങ്കിലും വീണ് കിട്ടുന്ന നിമിഷങ്ങളാണ്. അടുത്ത സെക്ഷന് ഉമ്മമാരുതായിട്ടോ, എൻ്റെ ഉമ്മ പിന്നെ മേമ അങ്ങനെ എല്ലാവരുടെയായിട്ട് നല്ല രസം. ഇത് കണ്ടോ പാട്ട് ഓഫാക്കിയതിട്ട് ഇത് നല്ല രസം. ഇവർക്കും ഇങ്ങനെയൊക്കെ ഓരോരോ സമയത്ത് നമ്മളൊരു അവസരം കൊടുക്കുന്നതല്ലേ. കാരണം കുറേ കാലം മുന്നല്ലേ ഇവരൊക്കെ ഇങ്ങനെ കളിക്കുന്നുണ്ടാവുള്ളൂ. പിന്നെ എല്ലാവർക്കും ഒരു മടിയായിരിക്കും. അങ്ങനെ ഇതൊക്കെ ഞങ്ങൾ ചിരിച്ചിട്ട് ഒന്നും പറയാനില്ല കേട്ടോ. പിന്നെ അതിന് ശേഷം അടുത്ത ട്രിപ്പ് ആവലോടങ്ങി. അതിനനുസരിച്ചൊക്കെ നമുക്ക് തല ഇങ്ങനെ ചുറ്റുന്നൊക്കെ ഉണ്ടാവും, പക്ഷേ നമ്മളതൊരു എൻജോയ് ചെയ്യുക. ഇതിക്ക് പാട്ട് ഇട്ടുകൊടുത്ത് എല്ലാവരും ആർക്കും ഒരു മൂഡ് ഓഫോ ഒന്നുമില്ലായിരുന്നു കേട്ടോ. എല്ലാവരും അടിപൊളിയായി എൻജോയ് ചെയ്തു.
വീടാണെങ്കിലോ ഇത്രയും ആൾക്കാരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരിക്കാണ്ട് കുറച്ച് പേര് ഫുഡ് ഉണ്ടാക്കുന്ന ഭാഗത്തുണ്ട്, വീടിൻ്റെ ഉള്ളിലുണ്ട്. സൗകര്യമുള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇങ്ങനെ ഓരോ ഒപ്പനകൾ കളിക്കാനോ ജെൻസിന് അങ്ങനെ ഓരോ ഒപ്പനയാണ് കേട്ടോ റെഡിയാക്കിക്കൊണ്ടിരിക്കണേ. ഓരോ പാട്ടിനനുസരിച്ച് നമ്മളൊക്കെ അവിടെ നിന്ന് കാണാമെന്നുള്ളൂ. ഇതിൻ്റെ ലാസ്റ്റ് നല്ല ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ എന്താണ് ഇതൊക്കെ മാമന്മാരൊക്കെ ആയിട്ടാണ് കേട്ടോ. പിന്നെ കസിൻസും അവരെല്ലാവരുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കണം. പിന്നെ അതിന് ശേഷം ഇതാ കണ്ടോ എല്ലാവരും രംഗത്തോട്ട് ഇങ്ങനെ ഇറങ്ങി വരുന്നോണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ അന്താക്ഷരിയൊക്കെ കളിക്കാമെന്നൊക്കെ കരുതിയിരുന്നു. പക്ഷേ പിന്നെ എന്താ വെച്ചാൽ ഫുഡ് കഴിക്കാൻ പോയി. അങ്ങനെ എല്ലാവർക്കും ഇത് ഒരാൾ കളിക്കുമ്പോൾ അത് വേറെയുള്ളവർ ഏറ്റെടുക്കും. പിന്നെ അങ്ങനെ പിന്നെ എല്ലാവരും അങ്ങോട്ട് കളിക്കൽ തുടങ്ങിയിട്ടോ. എന്ത് രസമല്ലേ ഇതൊക്കെ കാണാൻ. പലർക്കും പല സ്റ്റെപ്പും പല ഇതിലൊക്കെ ആയിരുന്നു കേട്ടോ. ഓരോരുത്തരും ഒരു സ്റ്റെപ്പ് കാണിക്കും, അപ്പോൾ അത് എല്ലാവരും അങ്ങനെ കളിക്കും. പിന്നെ വേറെ ഒരു സ്റ്റെപ്പ് കാണിക്കും. അങ്ങനെയൊക്കെ ആയിട്ട് നല്ല വൈബടിച്ച് പോയിട്ട് ഞങ്ങളെല്ലാവരും അതിന് ശേഷം പാട്ട് പാടൽ തുടങ്ങി. നമുക്കാണെങ്കിൽ എല്ലാവരും പാട്ട് പാടുന്നുണ്ട്, ഭയങ്കര മനസ്സിനുള്ളിൽ ഭയങ്കര ത്വരണ്ട്. പക്ഷേ പാടാൻ അറിയണ്ടേ, എന്താ ഇപ്പോൾ ചെയ്യാല്ലേ. അങ്ങനെ അതിൻ്റെ ഇടയിൽ ഫുഡ് സെറ്റാക്കൽ തുടങ്ങിയിട്ടുണ്ട്. കാരണം ചെറിയ കുട്ടികളൊക്കെ ഉള്ളതല്ലേ. അങ്ങനെ എന്താണ് ഫുഡ് കഴിക്കാൻ തുടങ്ങി. കാരണം അത്രയ്ക്ക് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു. ഫുഡൊന്നും പറയാനുണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടപ്പോൾ ഒരു കല്യാണത്തിൻ്റെ ഒരു അനുഭൂതിയാണ് കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മാമൻ്റെ മോനെ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് അവന് എന്താണ് കൈയൊക്കെ കാട്ടി കാണിക്കണം. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കണ്ടൊരു തട്ടിൽ ഞങ്ങളെല്ലാവരും കസിൻസ് എല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൈയൊന്ന് കാണിക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ കൈയിട്ട് വാരി എന്ന് പറയില്ലേ, അതേ ഒരു ഇതിക്ക് വന്നതായിരുന്നു. ഇതൊക്കെ ഒരു രസമല്ലേ. അതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും ഒന്ന് ചായ കുടിക്കാനാണ് വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. ഒട്ടുമിക്ക ആൾക്കാരും ഞങ്ങളെ കൂടെ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ടൈമാണെങ്കിൽ അത്യാവശ്യം നല്ലോണം ലേറ്റ് ആയിരുന്നു കേട്ടോ. 12:30 അതോ 1:30 അങ്ങനെ കണ്ടുമായിരുന്നു കേട്ടോ. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല. ഇഷ്മോളെ കണ്ടു നല്ല ഉറക്ക ക്ഷീണത്തിലുണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും സോഡയുണ്ട് പറഞ്ഞത്. മാമിൻ്റെ മോളും ഉമ്മ ഓരൊക്കെ ചായയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്താണ് ചൂടാറ്റിക്കൊണ്ടിരിക്കട്ടെ, നല്ല ചൂടുണ്ടായിരുന്നു. ഉമ്മാക്ക് എന്താണ് ഇതൊക്കെ ഒരു അനുഭവങ്ങളാണ് കേട്ടോ. അങ്ങനെ ഇഷ്മോൾക്കുള്ള സോഡ വന്ന് പിന്നെ ഇതൊക്കെ വരുന്നത് മഞ്ചേരിയിലാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മൾ എന്താ പറയുക വൈറലായിട്ടുള്ള കത്തുപാട്ട് അതിൻ്റെ സീൻ എടുക്കൽ തുടങ്ങി കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി അത് ഞങ്ങൾ വരുന്ന വഴിയെ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ കേട്ടോ മെയിനായിട്ട് അടിപൊളി ഗ്യാങ്ങാട്ടോ അവർ. അങ്ങനെ പിന്നെ ഫ്രൂട്ട്സൊക്കെ അരിഞ്ഞ് പിന്നെ അടുത്ത് ഇപ്പോൾ ഒരു ടൈം 2 മണി കറക്റ്റ്. ഞങ്ങൾ ടൈം നോക്കുന്ന സമയത്ത് 2 മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നൈറ്റ് 2 മണി. അങ്ങനെ എന്താണ് എല്ലാവരും കൂടെ കട്ട് ചെയ്തിട്ട് പിന്നെ അതുക്കുള്ള ഓരോ ഐറ്റംസൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. മസാല അത്യാവശ്യം എരിവുള്ളതുകൊണ്ട് തന്നെ ആർക്കും എല്ലാം അങ്ങോട്ട് തൊടാൻ വയ്യ. അപ്പം മാമ വന്ന് കണ്ട് അതൊക്കെ അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കാമെന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതെല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് കഴിച്ചു. കുട്ടികൾക്കായാലും ആർക്കായാലും ഉറക്കം ഒന്നുമില്ല കേട്ടോ. കറക്റ്റ് ടൈം 2 മണിയായിരുന്നു. ഞങ്ങൾ ഇതൊക്കെ ഒന്ന് ഇങ്ങനെ റെഡിയാക്കി നിൽക്കുന്ന സമയത്ത് ആർക്കും തന്നെ ഈ ഒരു ദിവസം ഞാൻ പറഞ്ഞില്ല കല്യാണത്തിൻ്റെ ഒരു പ്രതീതി. അങ്ങനെ ഞങ്ങളെല്ലാവരും ടേസ്റ്റ് ആക്കാൻ നിന്നിട്ടോ. ഇതിനിടയിൽ കുറച്ച് പേര് ബീച്ചിക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചതിന് ശേഷം സൊറ പറയാൻ നിൽക്കേണ്ട. വീഡിയോ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട്